നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗർഭധാരണത്തിന് മുൻപും അതിനുശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് SUT റോയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരിജ ഗുരുദാസ് ആണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഡോക്ടർ, പ്രഗ്നൻസി എന്ന് പറയുന്നത് മോസ്റ്റ്ലി അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് വരുന്നൊരു കാര്യമല്ലല്ലോ. ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഡോക്ടറിനെ കാണേണ്ടതായിട്ടുണ്ടോ? നമ്മളുടെ കോൺസെപ്റ്റുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഒരു കുട്ടി അല്ലെങ്കിൽ എന്നുള്ള രണ്ട് കുട്ടിയിൽ നിന്ന് ഒരു കുട്ടി എന്നുള്ള, അപ്പോൾ ആ ഒരു കുട്ടി ഉണ്ടാകുന്നത് ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി ആണെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഗർഭവും നേരത്തെ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടും അവിചാരിതമായ ഒരു ഗർഭത്തെക്കാളും അഭികാമ്യം നമ്മൾക്ക് ഒരു പ്ലാൻ ചെയ്ത്, പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും അമ്മമാരുടെയും പിന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയും കിട്ടാനുള്ള അതിന് വേണ്ടി. അപ്പോൾ കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ടോ? കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് നോർമൽ, ഇപ്പോൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ഇപ്പോൾ തലച്ചോറിനുണ്ടാകുന്ന പിന്നെ സ്പൈനൽ കോഡിനുണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ അത് ഒരു 75% നമുക്ക് ഗർഭധാരണത്തിന് മുമ്പ് ഒരു മാസം മുമ്പ് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വിറ്റാമിൻ ഗുളിക തുടർച്ചയായിട്ട് കഴിച്ചാൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ കഴിച്ച് ഇട്ട് ഗർഭം ധാരണം ആകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ മാത്രമല്ല, ചില അസുഖങ്ങളൊക്കെ ഉള്ളവർ, അതായത് എപ്പിലെപ്സി, പിന്നെ ഹാർട്ടിന് അസുഖമുള്ളവർ, ഡയബറ്റിസ്, തൈറോയിഡിൻ്റെ ഇത്, അപ്പോൾ ഈ അസുഖങ്ങളെല്ലാം ഉള്ളവർ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ കൺട്രോൾ ചെയ്ത ശേഷം ഗർഭം ആകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഏതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നവർ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതെ അതെ അതെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഇപ്പം നേരത്തെ കാണുന്നത്, ഇപ്പോൾ നോർമൽ കണ്ടീഷനിലാണെങ്കിലും എന്തൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്കറിയാം തൈറോയിഡിൻ്റെ, ഇപ്പോൾ കൂടുതലായിട്ട് തൈറോയിഡ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ ഡെഫിഷ്യൻസിയും ഉണ്ട്, തൈറോയിഡിൻ്റെ ലെവൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ രണ്ടും അത് ഗർഭസ്ഥ ശിശുവിനെ വളരെയധികം ബാധിക്കുന്നതാണ്. അതായത് അതിൻ്റെ കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അത് തൈറോയിഡ് നമ്മൾ ചെക്ക് ചെയ്യണം, നോർമലാണോ കുറവാണോ എന്നുള്ള. അതനുസരിച്ച് അതിനുള്ള ഗുളികകൾ കഴിച്ചിട്ട് തൈറോക്സിൻ്റെ ലെവൽ നോർമലായ ശേഷമേ ഗർഭം ധരിക്കാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ അബോർഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ അംഗവൈകല്യം ഉള്ള കുട്ടികളിൽ ഒരു സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും 4 ഇരട്ടി അംഗവൈകല്യം കൂടുതലായിരിക്കും. പിന്നെ മാത്രമല്ല, മാസം തികയാതെ പ്രസവിക്കുന്നത്, പിന്നെ വയറിനകത്ത് കിടന്ന് കുട്ടി മരിക്കുക, ജനിച്ചു കഴിയുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ഡയബറ്റിസ് കൺട്രോൾ ചെയ്തിട്ടേ പ്രഗ്നൻസി ആകുള്ളൂ. അതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ നമ്മൾ ഡോക്ടറെ കണ്ടിട്ടേ പ്രഗ്നൻസി ആകാവുള്ളൂ എന്ന് പറയും. കോളുണ്ട്. ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്നാണ്? ഡോക്ടറോട് സംസാരിച്ചോളൂ. ടിവിയുടെ വോല്യൂം ഒന്ന് കുറച്ച് വെക്കണേ. ടിവിയുടെ വോല്യൂം കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കാം. ഹലോ ഡോക്ടർ. പറയൂ ജയ. ഡോക്ടർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷവും 5 മാസവും കഴിഞ്ഞ് ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല. അപ്പം കാണിച്ചപ്പം എനിക്ക് പീരിയഡ്സിന് പെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു. അങ്ങനെ യൂട്രനൽ ഫൈബ്രോയിഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ ഫൈബ്രോയിഡ് ജൂൺ 26-ാം തീയതി റിമൂവ് ചെയ്തു. ഓപ്പൺ സർജറി ആയിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഇപ്പം വീണ്ടും ട്രീറ്റ്മെന്റ് IUI ആണ് ചെയ്തത്. ഇതിന്റെ റിസൾട്ട് ഒന്നും ഇതുവരെ ആയില്ല.
പിന്നെ അത് ഇപ്പോഴും എനിക്ക് പെയിൻ ഉണ്ട്. അഡിനോമയോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പ്രഗ്നൻസിക്ക് ഇനിയും തടസ്സങ്ങൾ ഉണ്ടാവുമോ ഡോക്ടർ? ഇപ്പോൾ ഫൈബ്രോയിഡ് സാധാരണഗതിയിൽ ഫൈബ്രോയിഡ് കുട്ടികളുണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണമാകുന്നില്ല. നേരെ മറിച്ച് ഈ അഡിനോമയോസിസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ പിന്നെ പീരീഡിൻ്റെ സമയത്തുണ്ടാകുന്ന വയറുവേദനയും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ അഡിനോമയോസിസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. നേരെ മറിച്ച് ഫൈബ്രോയിഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. അപ്പോൾ അഡിനോമയോസിസും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ എത്ര വയസ്സുണ്ട്? 33. അപ്പോൾ കുറച്ച് പ്രായം കൂടുതലും ആയിട്ടുള്ളതാണ്. IUI ആണ് ഇപ്പോൾ ചെയ്യുന്നത് നോക്കിയിട്ട് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് നോക്കുന്നതായിരിക്കും നല്ലത്. IUIക്ക് സാധ്യത കുറവാണോ എന്നുള്ളതല്ല. ഇപ്പം അഡിനോമയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ഭിത്തിക്കകത്ത് പിന്നെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ അകത്ത് വരുന്നതാണ്. അപ്പോൾ ആ സ്ഥലത്തുനിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസി ചാൻസ് കുറച്ച് കുറവാണ്. അതേസമയം ചിലപ്പം എന്താണ് അണ്ടാശയത്തിനുള്ളിലും ഇങ്ങനെ എൻഡോമെട്രിയൽ ടിഷ്യൂ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പ്രായം 33 ആയതുകൊണ്ട് നിങ്ങൾ വിഗറസ് ആയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡ്സ് നോക്കുന്നതായിരിക്കും സെൽഫ് ഫെർട്ടിലൈസേഷനേക്കാളും നല്ലത്. ഇപ്പോൾ പ്രഗ്നൻസി കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിനെ കാണുമ്പോൾ ഇതുപോലുള്ള കണ്ടീഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഫൈബ്രോയിഡ് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ ഇവർ പറഞ്ഞ മാതിരി പീരീഡിൻ്റെ സമയത്ത് നല്ല വയറുവേദന ഉണ്ടെങ്കിൽ അത് 4 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഈ പറഞ്ഞ മാതിരി അഡിനോമയോസിസ്, അതായത് ഗർഭാശയ ഭിത്തിയിൽ ബ്ലീഡിങ് പീരീഡിൻ്റെ സമയത്ത് വരുന്ന. രണ്ടാമത്തേത് എൻഡോമെട്രിയോസിസ്, ഓവറിയിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ്, അവിടെയും ബ്ലീഡിങ് ഓവറിയിൽ നിന്നുണ്ടാകുന്നത്. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, പിന്നെ ഈ ഫൈബ്രോയിഡ്. ഈ 4 കണ്ടീഷനിലാണ് സിവിയർ നല്ല വയറുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ആയിട്ട് നമ്മൾ വരുന്നവരോട് നമ്മൾ ഒരു സ്കാൻ ചെയ്ത് ഇതിലേതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് തീർച്ചയായിട്ടും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കോൾ ഉണ്ട്. ഹലോ ഹെൽത്ത് സ്റ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ എറണാകുളത്ത് നിന്നാണ്. സൗമ്യ എന്നാണ് പേര്. ഡോക്ടറോട് ചോദിച്ചോ. പറയൂ സൗമ്യ. മാഡം, എനിക്ക് ഇപ്പൊ 7 months പ്രഗ്നന്റ് ആണ്. ഞാൻ 20th വീക്കില് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് സിംഗിൾ അംബിലിക്കൽ ആർട്ടറി ഒരു പ്രോബ്ലം കാണിച്ചിരുന്നു. സിംഗിൾ അംബിലിക്കൽ ആർട്ടറി? അതെ. അത് ഡോക്ടർ പറഞ്ഞത് എങ്ങനെ എന്തെങ്കിലും മക്രോമോളജിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ്. അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ. സിമ്പിൾ സാധാരണ അംബിലൈക്കസിൽ ഒരു ആർട്ടറി മാത്രം, സാധാരണ 2 ആർട്ടറിയാണ് കാണുന്നത്, ഒരു വെയിനുമാണ്. അപ്പം സിംഗിൾ അംബിലിക്കൽ ആർട്ടറി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് ബേബിക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ചില സാധാരണ ഗതിയിൽ ഇപ്പോൾ സിംഗിൾ അംബിലിക്കൽ ആർട്ടറി ആണെങ്കിൽ ബേബിക്ക് എന്തെങ്കിലും അനോമലി, ഇപ്പോൾ കോഡൽ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അസോസിയേറ്റഡ് ആയിട്ട് ബേബിക്ക് എന്തെങ്കിലും അനോമലീസ് കാണും. പിന്നെ അല്ലെങ്കിൽ ബേബിക്ക് പിന്നെ എന്താണ് തൂക്കക്കുറവ് കാണും. അപ്പോൾ സിംഗിൾ അംബിലിക്കൽ ആർട്ടറിയിൽ നിന്ന് അൾട്രാസൗണ്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ബേബിയുടെ ഡീറ്റെയിൽ വർക്കപ്പ് ചെയ്തേ മതിയാവുള്ളൂ. എന്താണ് സിംഗിൾ അംബിലിക്കൽ ആർട്ടറി ഉണ്ടെങ്കിൽ ബേബിക്ക് ചിലപ്പോൾ അസോസിയേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് കാണും. അതിനുള്ള വർക്കപ്പ് വേണം. ഒരു ഫീറ്റൽ മെഡിസിൻ സാധാരണ ഒരു ഇതിൽ അല്ലാതെ ഒരു ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കുഞ്ഞിൻ്റെ ഇവാലുവേഷൻ നടത്തണം.
അല്ല, എന്നാലും നമുക്ക് ഈ സമയത്തും ചെയ്യാൻ പറ്റും. ബേബിയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ഒരു 4D സ്കാനിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. സിംഗിൾ അംബിലൈക്കൽ ആർട്ടറി ആകുമ്പോൾ അസോസിയേറ്റഡ് ബേബിയുടെ പ്രോബ്ലംസ് കാണും. അപ്പം നമുക്ക് അതിനു വേണ്ടി അത് ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയായി ഇരിക്കാമല്ലോ. അല്ല, സ്കാനിങ് സെന്റർ അല്ല ഞാൻ പറഞ്ഞത്, സ്കാനിങ് സെന്റർ അല്ല. ഇപ്പൊ എറണാകുളത്ത് എവിടെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആ, ഒരു ഫീറ്റൽ മെഡിസിൻ വർക്കപ്പ് ഇവാലുവേഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ബേബിയുടെ ഡീറ്റെയിൽസ് ഫർദറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പൊ പറ്റും, തീർച്ചയായിട്ടും പറ്റും. സിംഗിൾ അംബിലൈക്കൽ ആർട്ടറി നമ്മൾ അത്ര ഒരു ഇതായിട്ട് കാണണ്ട. പിന്നെ ചിലപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ബേബിയുടെ സൈസ് കുറയേ ഉള്ളൂ. എന്നാലും അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഈ ഇത് എന്താണ് കോഡൽ റിഗ്രഷൻ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുകൂടെ ഉള്ളത് ഇവാലുവേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി ഏജ് ആയിട്ട് ഇപ്പോൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഏജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറയുന്ന മാതിരിയല്ല. ഇപ്പോൾ ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പ്രൊഫഷണൽസാണ്. അപ്പോൾ അവർ പ്രഗ്നൻസി അവരുടെ പ്രൊഫഷനിൽ അവർ സെക്യൂർ ആവുന്നത് വരെ അവർ പ്രഗ്നൻസി അവർ മാറ്റിവെക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് പ്രത്യേകിച്ച് ഇതായിട്ടല്ല, നേരത്തെ ഡോക്ടറെ കണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഏജ് കൂടുമ്പോഴത്തേക്കും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലാകും. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ച് ഓവുലേഷൻ എല്ലാ പ്രാവശ്യവും നടക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യണം. പിന്നെ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഏജ് കൂടുന്നതനുസരിച്ച് കൂടി വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വേറൊരു പ്രോബ്ലം ഏജ് വരുന്നത് 35 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ക്രോമസോമൽ അനോമലീസ് ബേബീസിന് ഉണ്ടാകാനുള്ള സാധ്യത ഒരു 10% കൂടുതലായിരിക്കും. ഒരു കോളുണ്ട്. ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സജിന. എവിടുന്ന് വിളിക്കുന്നു? ഹലോ, എവിടുന്ന് വിളിക്കുന്നു സജിന? കൊല്ലത്ത് നിന്നാണ്. ഡോക്ടറോട് സംസാരിച്ചോ. പറയൂ സജിന. ഹലോ സജിന. കേൾക്കാം, പറയൂ സജിന. ഡോക്ടർ, ഞാനിപ്പോ 3 മാസം പ്രഗ്നന്റ് ആണ്. എനിക്ക് വയസ്സ് 30 ഉണ്ട്. പിന്നെ ഡോക്ടറുടെ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്ക് ഗർഭപാത്രത്തിന്റെ കട്ടി കുറവെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് റെസ്റ്റ് വേണമെന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ. എനിക്ക് ഹോർമോണിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഓവറയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഗ്നൻസി ആവുന്നത്. 2ാമത്തെ പ്രഗ്നൻസി. ആദ്യത്തെ പ്രഗ്നൻസിക്ക് എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പം യൂട്രസിന് കട്ടി കുറഞ്ഞു, അതുകൊണ്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ഗർഭം ഇപ്പം 3 മാസമായി. അപ്പോൾ അതുകൊണ്ട് സ്കാനൊക്കെ ചെയ്ത് ബേബിക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല. നേരെ മറിച്ച് നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുത്ത് കട്ടിലിൽ എപ്പോഴും കിടന്നുകൊണ്ട് അങ്ങനെ ബെഡ് റെസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകും. കുട്ടിയുടെ വളർച്ച കുറയും. പിന്നെ 2ാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ഞരമ്പിനകത്ത്, അതായത് വെയിനിനകത്ത് രക്തം കട്ട പിടിച്ചിട്ട് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകും. അതുകൊണ്ട് ബേബിക്ക് കുഴപ്പമില്ല എന്നുള്ളത് സ്കാനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടുജോലികളെല്ലാം ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മളുടെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. പിന്നെ കുറച്ച് നടക്കുന്നത് നല്ലതായിരിക്കും. കട്ടിപ്പാടായ ജോലിയും ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് വെള്ളപ്പൊക്കുണ്ട്. എന്താണ്? വെള്ളപ്പൊക്കുണ്ട് സ്റ്റേജ്. ഓക്കെ, ഡിസ്ചാർജ് അത് പിന്നെ പ്രഗ്നൻസിയിൽ കുറച്ച് ഡിസ്ചാർജ് കൂടുതലുണ്ടാകും.
അതിന് ഇച്ചിങ് ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുള്ളൂ. പിന്നെ സ്മെല്ലുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഈ ബാക്ടീരിയൽ വജൈനോസിസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അത് ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന് അബോർഷൻ ആകാനുള്ള സാധ്യതകൾ, പിന്നെ മാസം തികയാതെ അങ്ങനെ അത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തേ മതിയാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ബാക്ടീരിയ അകത്ത് കയറിയിട്ട് ലേബർ പെയിൻ നേരത്തെ ഉണ്ടാകും, മെംബ്രെയിൻ വെള്ളം പൊട്ടിപ്പോകും, അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതിന് റെസ്റ്റ് അല്ല വേണ്ടത്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിന് ഗുളികകൾ അവൈലബിൾ ആണ്. ആ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് മാറിക്കോളും. അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ ഇല്ലാതാകുകയും ചെയ്യും. അല്ല, അത് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കുഞ്ഞിന് പ്രശ്നമല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്, അബോർഷൻ ആകാനുള്ള സാധ്യത കൂടുതലാണ്, മാസം തികയാതെ പ്രസവിക്കും. അപ്പോൾ ഒക്കെ മാസം തികയാത്ത കുഞ്ഞിനെയല്ലേ നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാകും. അതിന് ഡോക്ടറോട് പറഞ്ഞാൽ മതി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അതിന് ട്രീറ്റ്മെൻറ്റ് തരും, അത് മാറിക്കോളും. ഓക്കെ, താങ്ക് യു. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ആദ്യത്തെ ഒരു 3 months ആണല്ലോ ഒരു ക്രൂഷ്യലാണെന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത് ഒരു ഇനിഷ്യൽ 3 months ആണല്ലോ. അങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമ്മളിപ്പോൾ സാധാരണ ഗർഭം നമ്മൾ ഗർഭിണിയാകുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഈ നമ്മളുടെ ന്യൂറൽ ട്യൂബ് ഓൾറെഡി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിരിക്കും. നമ്മളിപ്പോൾ പീരീഡ് മിസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഈ ന്യൂറൽ ട്യൂബ് ഓൾറെഡി അത് ഫോൾഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ 1 മാസം മുമ്പ് തന്നെ ഇത് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭിണി ആയി കഴിഞ്ഞിട്ട് ഈ ഗുളിക കഴിച്ചിട്ട് അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടില്ല. പിന്നെ ആദ്യത്തെ 3 മാസം ക്രൂഷ്യൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അബോർഷൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് ആദ്യത്തെ 3 മാസം. അതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷേ നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കി നോർമലായിട്ട് ബേബി നോർമലാണ്, ഗ്രോത്ത് നോർമലാണ്, അതിൻ്റെ ഹൃദയമിടിപ്പും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ഇൻഫാക്റ്റ് നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ എക്സസൈസും കൊടുക്കണം എന്നാണ് ഈ ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗർഭത്തിലുണ്ടാകുന്ന ഒരുപാട് സിംറ്റംസ് എക്സസൈസ് കൊണ്ട് കുറയും. അതായത് ഈ ഛർദിൽ വരുന്നവർക്ക്, പിന്നെ ഒക്കാനം അങ്ങനെയുള്ളവരുടെ അതിൻ്റെയൊക്കെ ഇത് കുറഞ്ഞു കിട്ടും. പിന്നെ നടുവേദന, പിന്നെ ചിലർക്ക് പൈൽസ്, വെരിക്കോസ് വെയിൻസ് അങ്ങനെയൊക്കെ കാണും, അതെല്ലാം കുറയും. മസിൽ ക്രാംസ് അതെല്ലാം ഈ എക്സസൈസ് ചെയ്യുന്നവർക്ക് കുറയും. മാത്രമല്ല ഈ എക്സസൈസ് കൊണ്ട് നമ്മുടെ വയറിൻ്റെ മസിൽസും പിന്നെ ഈ പെൽവിസിനകത്തെ മസിൽസും എല്ലാം കട്ടി വരുന്നതുകൊണ്ട് ഒരു സാധാരണ പ്രസവം അവർക്ക് സാധ്യമാകും. പിന്നെ എന്ന് വെച്ചാൽ ഡോക്ടർ നോക്കിയിട്ട്. ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. എന്റെ മകൾക്ക് വേണ്ടി വിളിക്കുന്നതാണ്. മകൾക്ക് വേണ്ടിയാണ്. ഡോക്ടറോട് പറയൂ. ഡോക്ടറോട് ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ മകൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് മാഡം. പറയൂ, കേൾക്കാം. 18 മാസമായി എന്റെ മകള് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ആദ്യം ഒരു ഇവിടെ ഗർഭിണിയായിട്ടില്ല. അപ്പൊ ആദ്യം കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് സെമൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മോൾക്ക് സ്കാൻ ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സെമൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കൗണ്ട് 15 മില്യനാണ്. പക്ഷെ മൊട്ടിലിറ്റി 20% ഉണ്ടായിരുന്നല്ലോ. പിന്നീട് കാർണിക് എന്ന് പറഞ്ഞ ഒരു ഗുളിക കൊടുത്തു. അത് കഴിച്ചിട്ട് പിന്നെ സെമൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും 30 ml ആണ്. 30 മില്യൺ 10% എന്ന് കൊടുത്തിരുന്നത്. എന്താണ് മാഡം അങ്ങനെ ഇതിന് വല്ലത് ഗർഭിണിയാകാൻ വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും? അത് നമ്മൾ മോളുടെ ഹസ്ബൻഡിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുന്ന ആളാണോ, ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്ന ആളാണോ, എന്തെങ്കിലും. അത് നമ്മളിപ്പോ ഈ കൗണ്ട് മാത്രം നോക്കിയിട്ട് അതല്ല, ഈ കൗണ്ട് മാത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. പുള്ളിയുടെ ഫിസിക്കൽ പുള്ളിയെ എക്സാമിൻ ചെയ്ത് നോക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ഞാൻ പറഞ്ഞ മാതിരി പിന്നെ ആൽക്കഹോൾ, ഡ്രിങ്ക്സ് അങ്ങനത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതുകൊണ്ട്
ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ മോർട്ടിലിറ്റി കുറയുന്നത്. എന്തെങ്കിലും അതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അങ്ങനെ ഈ സിമൻ്റെ ഈ പാരാമീറ്റർ മാത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടോ, അതിനകത്ത് പസൽസ് ഉണ്ടോ എന്നുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അപ്പം ഇൻഫെക്ഷൻ ആണ്. എത്രയാ പസൽസ്? 12 പസൽസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ അതിന് ഇൻഫെക്ഷന് ട്രീറ്റ്മെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് ഒരു 3 ആഴ്ചയെങ്കിലും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നോക്കിയാൽ മോർട്ടിലിറ്റി കൂടും. ഇൻഫെക്ഷനാണ് മോർട്ടിലിറ്റി കുറയാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. ഒരു പ്രഗ്നൻസി ടൈമിൽ എക്സസൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഈ എല്ലാവരും എന്താ റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ വയറിൻ്റെ മസിൽസും പെൽവിസിനകത്തെ മസിൽസിനും എല്ലാം നല്ല കട്ടി കൂടുന്നത് കൊണ്ട് ഒരു സുഖപ്രസവം സാധിക്കും. മാത്രമല്ല ഈ പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ചിലർക്ക് മൂത്രം പോകാനുള്ള മൂത്ര തടസ്സം ഉണ്ടാകും. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് കുറച്ച് കൂടുതലായിരിക്കും ഈ സമയത്ത്. പിന്നെ പ്രൊലാപ്സ് അതൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ ഈ ഗർഭിണികൾക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഗർഭകാലത്ത് ബ്ലീഡിങ് ഇല്ല, അവർക്ക് പ്രഷറിൻ്റെ ഇതൊന്നുമില്ല. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഗർഭിണികളെ നമ്മൾ ഈ റെസ്റ്റ് എന്ന് പറയാതെ നമ്മൾ ഈ എക്സസൈസും അവരുടെ ഇതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നു. ഒരു കോൾ ഉണ്ട്. ഹലോ 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 കോൾ കട്ടായിപ്പോയി. അപ്പോൾ എക്സസൈസ് അല്ലാതെ എന്താ പറയുക, ഇപ്പോൾ ഒരു കോൺസിക്യൂട്ടീവായിട്ട് അബോർഷൻ ഉണ്ടായിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ കെയർ വേണ്ടി വരത്തില്ലേ? എക്സ്ട്രാ കെയർ വേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ഈ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അബോർഷൻ ഉണ്ടാകുന്നു എന്നുള്ള നമുക്കൊരു സെറ്റ് ഓഫ് റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കിയിട്ട് അത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നുള്ള കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കോൺസിക്യൂട്ടീവായിട്ട് അബോർഷനൊക്കെ വരുന്നവർക്ക് നമ്മൾ അങ്ങനെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു കെയർ കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കോളുണ്ട്. ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഷമീറ. ഷമീറ എവിടെ നിന്ന് വിളിക്കുന്നു? ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ ഷമീറ, പറഞ്ഞോളൂ. ഹലോ, എന്താണ് ചോദിക്കുന്നത്? എന്താണ് എന്താണ് പേടോ? ഷമീറ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം. ആദ്യം വിശേഷം ഉണ്ടായിരുന്നേ. ഹലോ, കേക്കാം. ഗർഭിണിയാണോ? അല്ല, ഗർഭിണിയായിരുന്നു. എന്നിട്ടത് DNC ചെയ്തു. പേട് വേദനയാണ് വന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കിട്ടൂലെന്ന് പറഞ്ഞു. കുഞ്ഞ് പോയിരിക്കാന്ന് പറഞ്ഞിട്ട് ഗർഭം എടുത്ത് കളഞ്ഞു അല്ലേ? ഓക്കെ, പറയൂ. അപ്പൊ പേട് വേദന ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെ, വേദന തന്നെയാണ്. പിന്നെ ബ്ലീഡിങ് ആയി. ആദ്യത്തേന് അങ്ങനെ 3-ാം മാസം ബ്ലീഡിങ് ആയതായിരുന്നു. ആദ്യത്തെയാണ് പോയത് അല്ലേ? 2ാമത്തേതിന് അങ്ങനെ തന്നെ കറ കണ്ടപ്പോഴാണ് ഡോക്ടർ അടുത്ത് പോയത്. അപ്പോ ഈ കറ കണ്ടപ്പോ ഡോക്ടറെ അടുത്ത് പോകാതെ ഇപ്പൊ ഗർഭിണി അല്ലല്ലോ? ഇപ്പൊ രണ്ടെണ്ണം പോയതല്ലേ? അപ്പൊ ഇനി അടുത്ത ഗർഭം ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ് ആകുമ്പോ പോകാതെ അതിന് മുമ്പ് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 2 ഗർഭം പോയതെന്നുള്ളതിന് ഡോക്ടർ നോക്കിയിട്ട് കാരണം പറഞ്ഞു തരും. മനസ്സിലായോ? ചില ടെസ്റ്റുകളെല്ലാം ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇതായി, ഇനി അടുത്തത് ഗർഭം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളികകളും ഡോക്ടർ തരും.
ആ ഗുളികയും കഴിച്ചുകൊണ്ട് അടുത്ത ഗർഭമായി നോക്ക്. കേട്ടോ? ഓക്കെ ഷമീറ, താങ്ക് യു. ഡോക്ടർ, ഇന്നത്തെ ഹെൽത്ത് സ്റ്റോക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ രീതിക്ക് പോയി കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന റിസ്ക്കും അതുപോലെ ഒരു ഹെൽത്തി കുട്ടി ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയാ സമയമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഹെൽത്ത് സ്റ്റോക്കിലൂടെ അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.